ഇപ്പോൾ ഷവാസിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി മദ്രസയിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഹുൽ കെ വി അവിടെ നിന്ന് വിവരങ്ങൾ വായിച്ചു തരുന്നുണ്ട്. രാഹുൽ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. രാവിലെ തന്നെ ഡെപ്യൂട്ടി അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള പരാതികളും ഇതുവരെയും ഷഹബാസിനെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു. വീടിന് പ്രിയപ്പെട്ടവരായിരുന്നു, നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു, മോഡൽ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നുണ്ടായിരുന്നു, SSLC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായ സംഭവം ഉണ്ടായത്. കുടുംബത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു. അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം നടുങ്ങുകയാണ്. നമ്മളതെല്ലാം കാണുന്നുണ്ട്. എത്ര നേരം വരെ അവിടെ പൊതുദർശനം ഉണ്ടാകുന്നു? ഷഹബാസിനെ കുറിച്ച് അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും നാട്ടുകാർക്കായാലും ഒരേ അഭിപ്രായം മാത്രമാണുള്ളത്. മിടുക്കനായ കുട്ടി, പഠനത്തിൽ മികച്ചു നിൽക്കുന്ന വിദ്യാർത്ഥി എന്നുള്ളതാണ്. മറ്റു പ്രശ്നങ്ങൾക്കൊന്നും പോകാത്ത കുട്ടി എന്നാണ് പൊതുവെ അഭിപ്രായം എല്ലാവർക്കും ഉള്ളത്. ഈ ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് കൂടുതൽ ആളുകൾക്ക് കാണുന്നതിന് അവസരം ഉണ്ടായിരുന്നില്ല. അവിടെ പ്രിയപ്പെട്ട മകനെ കാണുന്നതിന് രക്ഷിതാക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് അവസരം ഒരുക്കിയിരുന്നത്. തുടർന്ന് ചുങ്കത്ത് തന്നെയുള്ള മസ്ജിദിൽ മയ്യത്ത് നിസ്കാരവും പൂർത്തിയാക്കിയതിനു ശേഷമാണ് മദ്രസയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചു സമയം മാത്രമേ ആയുള്ളൂ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ട്. മറ്റു സ്ഥലങ്ങളിൽ കാണാൻ അവസരമില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി വന്നിവിടെ കാത്തു നിൽക്കുകയായിരുന്നു, വരി നിൽക്കുകയായിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. പ്രായഭേദമന്യേ 15 വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ് മരിച്ചു കിടക്കുന്നത്. മറ്റു ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെയാണ് ഷഹബാസിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്, ഒഴുകി എത്തിയിട്ടുള്ളത് എന്നതാണ്. നാടിൻ്റെ ഞെട്ടൽ, അതുപോലെ നടുക്കം, ദുഃഖം എല്ലാം തന്നെ രേഖപ്പെടുത്തിയാണ് ആളുകൾ ഓരോരുത്തരും മടങ്ങുന്നത്. കണ്ണു നിറഞ്ഞല്ലാതെ ഒരാളെ പോലും ഷഹബാസിന്റെ മൃതദേഹം കാണാനായി വന്ന ആളുകളെ ഇവിടെ കാണാനില്ല എന്നുള്ളതാണ്. ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം സമയം എല്ലാവർക്കും കാണുന്നതിന് അരമണിക്കൂറോളം സമയമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അതിലധികം ആളുകൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ പൊതുദർശനം നീണ്ടുപോകും എന്നുള്ളതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയും. ആ പള്ളിയുടെ ഖബർസ്ഥാനിലാണ് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യുക. അതിക്രൂരമായൊരു സംഭവമാണ്. ഈ മദ്രസയിൽ നിന്ന് ഏകദേശം വളരെ കുറച്ച് ദൂരെ മാത്രമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിലാണ് ചേരിതിരിഞ്ഞ വിധത്തിൽ തമ്മിലടിച്ചത് എന്നുള്ളതാണ്. അതുതന്നെയും വളരെ നിസ്സാരമായ ഒരു കാര്യം, മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു വിഷയമാണ്. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല, തല്ല് തീർക്കണം എന്ന ഉറച്ച നിലപാടെടുക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഷഹബാസ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥിയല്ല, പക്ഷേ ഷഹബാസിൻ്റെ സഹപാഠികളായ ഒരുപാട് വിദ്യാർത്ഥികൾ ആ ട്യൂഷൻ സെൻ്ററിൽ പോകുന്നുണ്ട്. അവിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സെൻഡ് ഓഫ് പാർട്ടി നടക്കുന്നു, വിദ്യാർത്ഥികളുടെ കലാപരിപാടി നടക്കുന്നു. ഷഹബാസിൻ്റെ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കപ്പിൾ ഡാൻസ് നടത്തുന്നു. അതിനിടെയാണ് സാങ്കേതിക കാരണങ്ങൾ, മൊബൈൽ ഫോണിൽ പാട്ട് വെച്ചുകൊണ്ടാണ് ഡാൻസ് കളിച്ചിരുന്നത്. ആ പാട്ട് ഓഫായി പോകുന്നു. താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നു, കളിയാക്കുന്നു. അവിടെ വെച്ച് തന്നെ വാക്കുതർക്കം, അധ്യാപകരുടെ വിട്ട് അവിടെ വെച്ച് രംഗം പരിഹരിക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നു. പക്ഷേ ഒന്നും അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾ ഗ്രൂപ്പൊക്കെ, സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് തിരിച്ചടിക്ക് വേണ്ടിയുള്ള പദ്ധതിയിടുന്നു. ഇപ്പോൾ ഷഹബാസിൻ്റെ കൂട്ടുകാർ പൊട്ടിക്കരയുന്ന, അലമുറയിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കണ്ണു നിറയാതെ റിപ്പോർട്ട് ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ് രതീഷ്. അത്തരത്തിൽ അതിവൈകാരികമായ നിമിഷങ്ങളാണ്. കൂട്ടുകാരാണ് അലമുറയിട്ട് നെഞ്ച് തകർന്ന് കരഞ്ഞുകൊണ്ട് അവൻ്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഓരോരുത്തരും കരയുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണുകയാണ് ഇനി പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഇല്ല എന്ന് പറയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ SSLC പരീക്ഷ തുടങ്ങുകയാണ്. അതിൻ്റെ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. സെൻഡ് ഓഫിൻ്റെ ആവേശമുണ്ടായിരുന്നു പലർക്കും. സ്കൂളുകളിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം എന്താണ് എന്ന് തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സൗഹൃദങ്ങൾ ചർച്ച ചെയ്യേണ്ട കുട്ടികളാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിയോഗം ഉണ്ടാകുന്നത്. ഈ തകർന്ന മനസ്സോടുകൂടി ആ സ്കൂളിലിരുന്ന് അവർ ആ പരീക്ഷയെ എഴുതണം എന്നുള്ളത് കൂടിയാണ്.
രാവിലെ തന്നെ ആ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, എന്ത് കാരണമാണ് പറയാനുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഓരോ കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ ഈ പരിഹസിക്കുന്നുണ്ടാകും, കൂവലുണ്ടാകും, അതിനൊക്കെ തല്ലാനും കൊല്ലാനും നടക്കുകയാണെങ്കിൽ എവിടെ പോവും എന്നുള്ളത് ആ കൂട്ടുകാർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു രാവിലെ. അങ്ങനെയാണ് ആ കൂട്ടുകാരെല്ലാവരും അവസാനമായി അവനെ ഒരു നോക്ക് കാണുകയാണ്. കുട്ടികളാണ്. അതെ, ഒരാളെ കൊല്ലാൻ വേണ്ടി ആലോചിക്കുക, അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കുക, സ്കെച്ച് ചെയ്യുക എന്നിപ്പോൾ പറയും. സ്കെച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ വലിയ നടുക്കമുണ്ടാക്കുന്ന, പേടിയുണ്ടാക്കുന്ന, നിറയ്ക്കുന്ന സംഭവം താമരശ്ശേരിയിൽ ഉണ്ടായത്. ഇന്നത്തെ മദ്രസയിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അലമുറയിട്ടുകൊണ്ട് ഷഹബാസിൻ്റെ കൂട്ടുകാർ അവസാനമായി അവനെ ഒരു നോക്ക് കാണാനായി എത്തുന്നു. അവൻ്റെ നാട്ടുകാരെത്തുന്നു, ഉറ്റവർ എത്തുന്നു, കേട്ടറിഞ്ഞവരെല്ലാം അവിടേക്ക് എത്തുകയാണ്. വലിയ തിരക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അലമുറയിട്ടുകൊണ്ട് പലരും കടന്നു പോവുകയാണ്. നമ്മുടെ ഒന്നും മനസ്സിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതാത്തത് അത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. സമീപകാലത്ത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരവധി അക്രമ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായൊരു എപ്പിസോഡാണ് ഇവിടെ എന്ന് പറയേണ്ടി വരും. അവൻ്റെ സഹപാഠികൾ നെഞ്ചുപൊട്ടി അലമുറയിടുകയാണ് അവനൊപ്പം കളിച്ചു വളർന്ന കൂട്ടുകാർ. ഷഹബാസിൻ്റെ സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയായിരുന്നു. അവൻ മോഡൽ എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. SSLC പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനമാകേണ്ട ഒരു കുട്ടിയായിരുന്നു ഷഹബാസ്. വീടിൻ്റെയും വലിയൊരു പ്രതീക്ഷയായിരുന്നു. അച്ഛൻ പ്രവാസിയായിരുന്നു, അതിനുശേഷം നാട്ടിലേക്ക് വരുന്നു. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് കുടുംബം മുന്നിലേക്ക് പോവുകയാണ്. ഒരു വീട് പണിത് ഉയർത്തുന്നുണ്ടായിരുന്നു. ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. അതിലേക്ക് താമസിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു ആ കുടുംബം. ഇപ്പോൾ വാടക വീട്ടിലേക്ക്, ആ പണി നടക്കുന്നത് കൊണ്ട് വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഷഹബാസ് മൂത്ത കുട്ടിയാണ്. താഴെ 3 സഹോദരങ്ങളുണ്ട്, 3 അനുജന്മാരുണ്ട്. അങ്ങനെ കുടുംബത്തിലെ മൂത്ത ഒരാളാണ്. നല്ല പഠിക്കും, നല്ല സ്വഭാവമാണ് എന്നതൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ആ കുടുംബത്തിനും ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുമ്പോഴും അത്ഭുതകരമായി അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ആ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ടാണ് ഷഹബാസ് വിടവാങ്ങുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പോലും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള വലിയൊരു ആശങ്ക, വലിയൊരു ഭയം തന്നെ ഇപ്പോഴത്തെ സമൂഹത്തിന്, രക്ഷകർത്താക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ. പിതാവിനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്ത് പറയണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ആ മൃതദേഹത്തിന് അരികിൽ ഉണ്ട്. ബന്ധുക്കളായ ആളുകൾ മൃതദേഹത്തിന് സമീപത്തുണ്ട്. ആ ദേശക്കാരെല്ലാം ഷഹബാസിനെ അവസാനമായി ഒന്ന് കാണാൻ, ഈ ദുഃഖത്തിൽ പങ്കുചേരാനായി അവിടേക്ക് എത്തുന്നു. വിദ്യാർത്ഥികളുടെ നീണ്ട നിര നമ്മൾ കാണുന്നു. ഹൃദയം പൊട്ടി പലരും കടന്നു പോവുകയാണ്. നെഞ്ചുപൊട്ടി വിലപിക്കുകയാണ്. ചുങ്കം മദ്രസ കണ്ണീരിൽ മുങ്ങുകയാണ്. കേരളത്തിന് നടുക്കം മാറുന്നതേയില്ല, കണ്ണീരുണങ്ങുന്നതേയില്ല. അത്രമേൽ വലിയൊരു നോവാണ്. ഹൃദയമുള്ള മനുഷ്യൻ്റെ എല്ലാ മനസ്സിൽ ഒരു വിങ്ങലാണ് ഷഹബാസ് എന്ന പേര് ഇന്ന്.